ഇന്നത്തെ എൻ്റെ യാത്ര ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടാണ്. മറൈൻ ഡ്രൈവ് ഇറങ്ങിയ ഒരു അവിമേക്കെല്ലാം കഴിച്ച് മറൈൻ ഡ്രൈവിൻ്റെ ഭംഗിയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഫൈനലി ഇതാ എൻ്റെ ഡെസ്റ്റിനേഷൻ ലേമെത്തി. ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു മൊമെൻ്റ് ഉണ്ടാവും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. സോ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദം. അങ്ങനെ ചെക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക്. ഫൈനലി ഞങ്ങളുടെ റൂമെത്തി. റൂമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അടിപൊളി ഒരു സൂപ്പർ പ്ലേസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ സർവീസ് പറയാൻ പറ്റില്ല കേട്ടോ, പക്കയായിരുന്നു എല്ലാം. ഇതാണ് അവിടുത്തെ ടോപ്പ് വ്യൂ. പിന്നെ ഞാനും പിങ്കു വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കരുതി ലേമുരി ഒന്ന് ചുറ്റി കാണിച്ചു തരാമെന്ന്. അങ്ങനെ ലേമുരിയും കാണാൻ നമുക്ക് പോയാലോ. ലിഫ്റ്റ് കയറിയപ്പോൾ ദാ ലേമുരിൻ്റെ ഫോട്ടോസ്, എവിടെ നോക്കിയാലും ഫോട്ടോസും പിക്ചേഴ്സും എല്ലാം തന്നെ. പിന്നെ ഇതാ താഴെ ഒരു മിററിൻ്റെ മുമ്പിൽ എത്തിയാൽ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതരണം, അത് ഞങ്ങൾക്ക് നിർബന്ധം കേട്ടോ. പിന്നെ കണ്ടില്ല അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല ട്രഡീഷണൽ രീതിയായിരുന്നു. പിന്നെ ഞങ്ങൾ കരുതി ഒന്ന് ഇറങ്ങി നോക്കാമെന്ന്. പൂളും അവിടുത്തെ സറൗണ്ടിങ്സും ഒക്കെ ഒന്ന് അറിയാമല്ലോ. നല്ല പച്ചപ്പും ഹരിതാപവും തിങ്ങി നിറഞ്ഞൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയാൻ ഇത് തന്നെയാണ്, ഈ കായലിൻ്റെ അടുത്ത്. കായലിൽ വരുന്ന കാറ്റ്, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ആഹാ എല്ലാം കൂടി വരുമ്പോൾ നല്ല സെറ്റായിരുന്നു. കണ്ടില്ലേ അവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപവും തിങ്ങി നിറഞ്ഞ ഒരു പ്ലേസ്. എവിടേക്ക് നോക്കിയാലും പച്ചപ്പും ഹരിതാപവും തന്നെ. ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഇതിൽ പരം വേറെ എന്ത് വേണം. ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറേ നടന്ന് എല്ലാം കണ്ട് അകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസാണ് നോക്കി. പിന്നെ എന്തെല്ലാം അറിയാവുന്ന രീതിയിൽ ഓർഡർ ചെയ്തു. പിന്നെ ഇതാ ഷെഫിലൂടെ സാമ്രാജ്യം കണ്ടല്ലോ. ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ കയറിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന്. ഇതാ നോക്കിക്കേ, ആരെല്ലാം, ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, എല്ലാവരും ഉണ്ട്. സൽമാൻ ഖാനുണ്ട്, ദുൽഖർ ഉണ്ട്, ജയറാമുണ്ട്. ഈ സെലിബ്രിറ്റിയുടെ കൂടെ എല്ലാം നമ്മുടെ ആശാൻ ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഷെഫ് ബിള്ളയുടെ ഗീ റൈസ്, നൂൽ പൊറാട്ട, ഫിഷ് നിർവാണ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഈ കാണുന്ന ഒരു ബുഫേ സെറ്റപ്പ് ആയിരുന്നു. ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ടവർ അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കും. എല്ലാതരം ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും പുട്ടും ഇഡലിയും നൂൽപുട്ടും പിന്നെ ഇതാ ഈ കാണുന്ന എല്ലാതരം ഫുഡും അവൈലബിൾ ആയിരുന്നു. ആദ്യം ഞങ്ങൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, ഏതെടുക്കണമെന്നുള്ള ഡൗട്ട്. പിന്നെ അതെല്ലാം മാറി, എല്ലാ ഫുഡും വയറ് നിറക്കിയ ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതങ്ങോട്ട് മാറി, എല്ലാം ട്രൈ ചെയ്തു. അത്രയ്ക്ക് മനോഹരമായിരുന്നു.